തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാലം അതിന്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കും മഹാദേവ് എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ സുചിത്രയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ വിഷയം, എന്താണ് ഈ നടക്കുന്നതെന്നൊക്കെ ഞാൻ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തോ എനിക്ക് എവിടെയൊക്കെ ചീഞ്ഞു നാറുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഏക്കറ് മാത്രമല്ലേ ഉള്ളൂ നമുക്ക്? ഏക്കർ വെച്ചിട്ട് ഏക്കർ ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളടുത്ത്. എല്ലാവർക്കും നമസ്കാരം. അകാലത്തിൽ പൊലിഞ്ഞു പോയ ആദിത്യൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ, സീരിയൽ സംവിധായകന്റെ വൈഫായിട്ടുള്ള റോണ രംഗത്ത് വന്നിട്ടുണ്ട്. രംഗത്ത് വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ചധികം അലിഗേഷൻസ് ആണ് റോണ ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് വേറെ ആരെയും പറ്റിയിട്ടില്ല, സുചിത്രയെ പറ്റിയിട്ടാണ്. സുചിത്ര കാരണമാണ് അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ കുറെ പേര് പറയുന്നത് കണ്ടു അഭീതമാണ്, സുചിത്രയുമായിട്ടുള്ള അഭീത ബന്ധമാണ് ഈ കുടുംബ ബന്ധം തകർന്നതെന്നുള്ള രീതിയിലും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഒരിടത്തും റോണ അഭീതം എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ സുചിത്ര എടുത്ത് ഇതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു. സുചിത്ര പറഞ്ഞതും ഞാൻ എന്തായാലും ഓടിച്ചൊന്ന് പറഞ്ഞു തരാം. അതിനു മുന്നേ റോണയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്റർവ്യൂ, ഈ ഇന്റർവ്യൂ ആണ് എല്ലാത്തിനും തുടക്കം. ഇതിനൊക്കെ മുന്നേ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഇന്റർവ്യൂ ആണ് എല്ലാത്തിനും തുടക്കം കുറിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഇന്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്കൊരു തുടക്കം തന്നെ എന്ന് പറയാം. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ. സുചിത്രയെ പറ്റിയിട്ട് വലിയൊരു അലിഗേഷനാണ് ഇവിടെ റോണ മുന്നോട്ട് വയ്ക്കുന്നത്. മൂന്നാമതൊരാൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്ന അന്ന് മുതൽ ഇവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു എന്നാണ് റോണ ഇവിടെ പറയുന്നത്. ഈ മൂന്നാമതൊരാൾ കടന്നു വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം തന്നെ ഓടിയെത്തുന്നത് അവിഹിതമാണ്. പ്രത്യേകിച്ച് ഒരു കുടുംബ ബന്ധത്തിന്റെ ഇടയിൽ ഒരു സ്ത്രീ കയറി വരികയോ ഒരു പുരുഷൻ കയറി വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയുടെ അവിഹിതം അല്ലെങ്കിൽ ഭർത്താവിന്റെ അവിഹിതമായി മാറി ആ കുടുംബ ബന്ധം തകരുകയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാമത് ആളുടെ എൻട്രിയോട് അനുബന്ധിച്ച് ഇവരുടെ കുടുംബ ബന്ധം തകർന്നു എന്ന് പറയുകയും അതേ തുടർന്ന് അത് അവിഹിതമായി മാറുകയും ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ച നടക്കുന്നത് ഇത് അവിഹിതമാക്കി മാറ്റിക്കൊണ്ടാണ്. എന്നാൽ അവിഹിതമാണെന്ന് ഇവിടെ റോണോ ഒരിടത്തും പറയുന്നില്ല. പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് റോണോ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുണ്ട്. ഞാൻ എന്തായാലും റോണയുടെ ബാക്കി ഇന്റർവ്യൂവിന്റെ ഭാഗം കൊടുക്കുക. ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. കുറച്ചു നാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും രോണു ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് രോണു ഈ തറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ഭാര്യ ഭർത്താവും കുറച്ച് എന്താ പറയാ, കുറച്ച് ആ ഒരു സൗഹൃദത്തിന് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ പേര് ഭാര്യ നമ്മൾ വഴക്കുണ്ടാക്കും. അത് എനിക്ക് കറക്റ്റ് അറിയില്ല പറയാൻ. അതിന്റെ പേര് വഴക്ക് തുടങ്ങി. ഇവിടെ റോണു പറഞ്ഞു വെക്കുന്ന ഇൻഡയറക്ട്ലി ഒരു അവിഹിത സെറ്റപ്പ് തന്നെയാണ് അല്ലെ. നിങ്ങളൊന്ന് കേട്ട് നോക്ക്. എന്റെ ഭർത്താവ് കുടുംബ ബന്ധം അടിപൊളിയായിട്ട് നോക്കി നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ഇടയ്ക്കിൽ ചില കാര്യങ്ങളിലൊക്കെ നോക്കാതായി, ശ്രദ്ധയില്ലാതായി, ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതായപ്പോൾ ഇവരെന്തൊക്കെയോ അറിഞ്ഞു കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനത്തെ സ്ഥിതിക്ക് അത് നേരെ സുചിത്രയിലോട്ടാണ് ആ ഒരു പോയിന്റ് ഔട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സുചിത്രയാണ് ഇത് ചെയ്തത്, സുചിത്രയിലോട്ടാണ് ഈ സംഭവം പോകുന്നത്. സുചിത്ര അറിയാത്തവരൊന്നും ആരും കാണുമെന്ന് തോന്നുന്നില്ല. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, അതുപോലെ സീരിയലിലൊക്കെ ഒരുപാട് ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു ആക്ട്രസും കൂടിയാണ്. വാനമ്പാടി അങ്ങനത്തെ സീരിയലൊക്കെ ഉണ്ട്. സുചിത്ര എടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് സുചിത്ര പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇവിടെ റോണു വന്നിട്ട് പൈസ കൊണ്ടുപോയി സുചിത്ര അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, കുറെ അലിഗേഷൻസ് പറയുന്നുണ്ട്. അതിന്റെ ക്ലാരിറ്റിയിലോട്ട് നമുക്ക് പോകാം. ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടോ? ദേവി ഇതെന്റെ കുടുംബം ഇല്ലാതാക്കല്ലേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ രോണു? അപ്പൊ എന്താണ് തന്ന മറുപടി? എന്താണ് അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ? ഒരിക്കലും എന്റെ ഭർത്താവ് മോശമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ച് സൗഹൃദം കൂടി പോകും, സാമ്പത്തിക സഹായം, ഇന്നും ഒരു പേരുണ്ട്. ഇപ്പൊ തൽക്കാലം ഞാനത് വേണ്ട. സാമ്പത്തികം തന്നെ കൊണ്ടുപോയത്. ഈ സാമ്പത്തികം ഞാൻ അത് അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ടുപോയതല്ലേ, ചോദിക്കാൻ ബാധ്യതയാണ്. കൊണ്ടുപോയതാണ്. എനിക്ക് ഫീസിന്റെ കാര്യം ഞാൻ ആർക്കും പോയിട്ട് എനിക്ക് വീട് വെച്ച് തന്നോ അത് ചോദിച്ചു തന്നോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം. ഈ കൊണ്ടുപോയ പൈസ എന്ന് പറയുമ്പോൾ 1000-നും 2000-നും കണക്കാണോ, ലക്ഷങ്ങളാണോ? അതോ 1000 തുടങ്ങി ലക്ഷങ്ങളിൽ എത്തിയോ? ഇടയ്ക്ക് ചേട്ടൻ ഡൗൺ ആയി. അപ്പോഴും എന്റെ അടുത്ത് വീടിന്റെ കാര്യത്തിലുള്ള പണിയുടെയാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും തമാശ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുന്നുണ്ടോ ചോദിക്കും. അതായത് പൈസയാണ് കൊണ്ടുപോയെന്നുള്ള ഒരു അലിഗേഷൻ മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച്
സുചിത്ര പൈസയാണ് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് മറ്റൊരു ബന്ധമാണെന്ന് ഇവരും പറയുന്നില്ല. അങ്ങനെ അല്ല എന്നുള്ള രീതിയിലാണ് ഇവരും പറയുന്നത്. പക്ഷെ പകരം പൈസ ഒരുപാട് കൊണ്ടുപോയി, വശീകരിച്ച് പൈസ കൊണ്ടുപോയി എന്നുള്ളൊരു ടോക്കാണ് സംസാരിക്കുന്നത്, റോണു ഇവിടെ സംസാരിച്ച് വയ്ക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നോക്കാം ബാക്കിയും കൂടി കേട്ടിട്ട് ക്ലിയർ ചെയ്യാം. പക്ഷെ അന്നത്തെ ദിവസം ചേട്ടൻ ഞാൻ ആർത്തുണ്ടെങ്കിലും ചേട്ടൻ നെഞ്ചുവേദന വന്ന് എന്നെ വിളിച്ചു. അപ്പൊ എനിക്കറിയാം നോർമലി ഇത് സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയാണ്. ആ സമയത്ത് ഒരുമിച്ചായിരുന്നു നിങ്ങൾ? അന്നൊരു ചെറിയ പിണക്കത്തിൽ ഞാൻ അത്ര മാറിക്കിടന്നു പോയി. അയാൾക്ക് ആദ്യമായിട്ടാണ്. അതിന് ചേട്ടൻ ഒന്ന് വിളിച്ചു, ചേട്ടനില്ല ചൂടുവെള്ളം എടുത്ത് തരാന്ന് പറഞ്ഞു. അപ്പം വെള്ളം എടുക്കുന്ന സമയത്ത് മുറിയുന്ന ഒരു 3 കൃഷ്ണ ഒരു വിളി മാത്രം ഞാൻ കേട്ടോളൂ. ഓടി വന്നു, കൃഷ്ണമണിയൊക്കെ മേളിലിരിക്കുക. ഞാൻ വിചാരിച്ചു BP എങ്ങാണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ ചേട്ടാ ഇരുന്നേക്ക്, എനിക്ക് പോക്കാൻ പറ്റുന്നില്ല. മോനപ്പോഴത്തേക്ക് ഉണർന്നു. മോനെ അച്ഛനെ പിടിക്ക്, മോനെ ഡ്രസ്സിന് ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ഞാൻ എനിക്ക് വെയിറ്റ്. അപ്പൊ മോനെ അടുത്ത് മോനെ ഒന്ന് പിടിക്കുന്നു പറഞ്ഞു. മോനെ ഞാൻ ചേട്ടൻ ഇങ്ങനെ കട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, ചേട്ടൻ ചാരി ടീഷർട്ട് ഇട്ട് ചേട്ടൻ മോൻ ഇങ്ങനെ പിടിച്ചു വന്നു. ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ഈ ഫ്രണ്ട്സിനെ വിളിച്ചത് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വലിയ ഇതായിപ്പോയി. ചേട്ടന് വേദന വന്നപ്പോ ചേട്ടാ അടുത്തുള്ള ഭാര്യയെ വിളിച്ചില്ല, ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. സത്യം പറഞ്ഞാൽ അവര് പറയുന്ന കേട്ടപ്പോ എനിക്ക് ഒരുമാതിരി തോന്നി. വല്ലാത്തൊരു അവസ്ഥയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മാനസികാവസ്ഥ. അത് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ ദുരിതം പിടിച്ച ഒരു അവസ്ഥ തന്നെയാണ്. പിന്നെ ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർക്ക് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, കുടുംബജീവിതം തകർന്നു, പൈസയെല്ലാം ഇന്നവർ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. മൊത്തത്തിൽ മാനസികമായിട്ട് അവർ ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അത് നമ്മൾ മാനിക്കണം. അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ സുചിത്ര ഇവരുടെ ഭർത്താവിൽ നിന്നും പൈസ കൊണ്ടുപോയതിന് ഇവരുടെ കയ്യിൽ തെളിവുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ സുചിത്ര എടുത്ത് സംസാരിച്ച സമയത്ത് സുചിത്ര അങ്ങനെയൊന്നും അല്ല എൻ്റെ അടുത്ത് സംസാരിച്ച, മേ ബി നമുക്കറിയത്തില്ല. പക്ഷെ സുചിത്ര പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലാണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കമ്പനിയും കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ പറയത്തുള്ളൂ. ഞാൻ തന്നെ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാലും മേ ബി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിലേ സംസാരിക്കത്തുള്ളൂ. എന്ന് വെച്ചിട്ട് സുചിത്ര ഇവിടെ തെറ്റുകാരിയെന്ന് ഞാൻ ഒരിക്കലും തീർച്ചപ്പെടുത്തി പറയത്തില്ല. നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല. ഇതിപ്പോ ഇവര് അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അവർ വന്ന് ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ഇങ്ങോട്ടും അങ്ങോട്ടും കൂടി പുതിയൊരു കലഹം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. വീണ്ടും മറ്റൊരു വിപ്ലവം ഇവിടെ ഉണ്ടാവും. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ കത്തുന്ന ഒരു വിഷയമായി തന്നെ മാറും. ഇനി ഇതിനൊക്കെ ശേഷം ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്ന് റോണു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ആ പോസ്റ്റിലെ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. അതിനു മുമ്പ് ടൈറ്റിൽ ഒന്ന് വായിക്കാം. ഇനി ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ താല്പര്യമില്ല, വരുന്നത് വരട്ടെ, മക്കളെ വളർത്തണം, അതിനുവേണ്ടി ഒന്നും മാറ്റി പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോണു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് ഭീഷണി വന്നെന്നും സുചിത്രയുടെ ഭാഗത്തുനിന്ന് ഭീഷണി വന്നെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ സുചിത്രയുടെ സംസാരിച്ച സമയത്തും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വോട്ട് എവർ. എന്തായാലും റോണു ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത്ര നാളില്ലാത്ത ഞാൻ എന്തിനാണ് ഇപ്പൊ വന്ന വീഡിയോ ഇന്റർവ്യൂ ചെയ്തെന്നുള്ള ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനായിട്ട് എങ്ങും പോയിട്ടില്ല. ഞാനൊരു പോസ്റ്റ് ഇട്ട് എന്റെ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് എന്റെ കണക്കിലിട്ടപ്പോഴത്തേക്കും കുറച്ച് ഓൺലൈൻ മീഡിയാസ് അത് കണ്ട്, അത് മേ ഫ്രണ്ട്സ് ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. അത് കണ്ടപ്പോൾ എനിക്ക് കുറെ യൂട്യൂബേഴ്സിന്റെ എനിക്ക് ഇന്റർവ്യൂ വന്നു. അപ്പൊ ആ ഇന്റർവ്യൂവില് എനിക്ക് ഓക്കെ എന്ന് തോന്നിയത് ചാനലിൽ ഞാൻ പോയി ഫസ്റ്റ്. അതാണ് ഞാൻ അത് 2 ദിവസം മുമ്പ് അത് അങ്ങനെ പോയി ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂ കൊടുത്തതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ഭീഷണി, ആ ചാനലിനും ഭീഷണി, എനിക്കും ഭീഷണി എന്ന് കരുതി ആ ഭീഷണിയിലാണ് അയ്യോ കഷ്ടം, അയ്യോ വേണ്ടായിരുന്നു, പക്ഷെ പറ്റിപ്പോയി, ഇത് ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞതിനകത്ത് എനിക്ക് സത്യസന്ധമായ 100% അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അതിൽ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഒരു സങ്കടം എനിക്കുണ്ട്. കാരണം സങ്കടം മീൻസ് ഒരു ഭയം. എന്നെ കുഞ്ഞുങ്ങൾക്ക് അത് ഞാൻ ഈ ഇന്റർവ്യൂ പറഞ്ഞതുകൊണ്ട് എന്നെ കുഞ്ഞുങ്ങളെ അത് ബാധിക്കരുത് എന്നുള്ളത് എനിക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങൾ മാത്രമല്ല അച്ഛനമ്മ വയസ്സുകാരാണ്, അവർക്കും അത് എഫക്ട് ചെയ്യരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് മാത്രം ചെയ്തത്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ആ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഞാനൊരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞു, ശ്രീജിത്ത് പല്ലേരി. പുള്ളിയോട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ആ വിഷയം, കാരണം ആ സുചിത്രയുടെ കേസ് വന്നപ്പോൾ അത് കണക്ട് ചെയ്ത പുള്ളിയുടെ പേര് എനിക്ക് പറയേണ്ടി വന്നു. പറഞ്ഞ വിഷയം തെറ്റില്ല. ഞാൻ ശ്രീജിത്ത് പല്ലേരി എന്നുള്ള ഒരു വ്യക്തി, ഡയറക്ടർ സാറ് ഒരിക്കലും മോശക്കാരനോ ഒരിക്കലും നെഗറ്റീവ് അല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. എനിക്ക് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു കണക്ഷൻ വേണ്ടി മാത്രമാണ് ശ്രീജിത്ത് പല്ലേരി എന്നുള്ള സാറിന്റെ പേര് എനിക്ക് പറയേണ്ടി വന്നത്. ഓക്കെ, ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ വേറെ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയും വലിച്ചിട്ടു എന്നുള്ള രീതിയിലുള്ള ടോക്ക് വന്നതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ അവർ പറഞ്ഞത്. പക്ഷെ ഇതിനെ തുടർന്ന് ഇവർക്ക് ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും മണ്ടത്തരം കാണിക്കുമോ? ഡയറക്റ്റ് എന്തായാലും ഒരു ഭീഷണി ഇവർക്ക് വരാൻ ചാൻസ് ഇല്ല. കമന്റ് ബോക്സിലും വല്ലതും വന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഇനി വിളിച്ച് ഇൻഡയറക്ട്ലി ഭീഷണിപ്പെടുത്തിയോ എന്ന് എനിക്ക് അറിയില്ല. അവർ പറയുന്നത് മാത്രമേ അറിയാൻ പാടുള്ളൂ. എന്തായാലും കൂടുതൽ വരും ദിവസങ്ങളിൽ മിക്കവാറും പൊട്ടിത്തെറിക്കുന്നെന്ന് തോന്നുന്നു. ഇവര് ഇന്റർവ്യൂ കൊടുക്കുന്നു, അതിനുശേഷം എക്സ്പ്ലനേഷൻ ഇടുന്നു. എന്തായാലും മിക്കവാറും പൊട്ടിത്തെറിക്കും. ഇതിന് പുറമെ സുചിത്ര തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടോ? ഞാൻ എന്തായാലും അതും കൊടുക്കാം. പലരും എന്റെ ചോദിക്കുന്നത്
ഇങ്ങനെ ഒരു വ്യക്തിയെ സുചിത്ര നായരെയും TS സജിയെയും കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവർ വലിയ ആൾക്കാരല്ലേ, ഗുണ്ടകളൊക്കെ ഉള്ള ടീമാണല്ലോ. അതെ, സുചിത്ര നായർക്ക് ഒരുപാട് ഗുണ്ടകളായിട്ട് ബന്ധമുണ്ട്. സുചിത്രയ്ക്ക് ഒരുപാട് ഗുണ്ട ടീമുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഇവിടെ റോണു പറഞ്ഞു വെക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ സത്യം. ഇവര് തമ്മിലുള്ള ഫൈറ്റ് ഇത് മിക്കവാറും കത്തി ഇത് ആള് കത്താനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇത് തുടക്കം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇന്നലെ ഇന്റർവ്യൂയോട് ഇത് നിന്നില്ല, സീരിയസിൽ പറയാൻ നിന്നില്ല, വീണ്ടും തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ആളി കത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നു. നോക്കാം, ന്യായം ആരുടെ ഭാഗത്താണ് അവരുടെ പക്ഷത്ത് മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ. അതിപ്പം സുചിത്ര ആയാലും റോണു ആയാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം, കണ്ടറിയാം, കേട്ടുകൊണ്ടറിയാം. ഈ സുചിത്ര നായർ എന്ന വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും അറിയാം. ഈവൻ എന്താ പറയാ, ഈ പ്രൊഡ്യൂസേഴ്സിന് അറിയാം. ഈ കുടുംബ പ്രശ്നം നടന്നപ്പോൾ പോലും ഈ പ്രൊഡ്യൂസേഴ്സിനെ വരെ അറിയാം. അതിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാം അറിയാം, ഉമ്മ നായർ ചേച്ചി. ഉമ്മ ചേച്ചിക്ക് ആലോചിച്ചു, ആ ഉമ്മ ചേച്ചിയെ ദ്രോഹിച്ചിട്ടുണ്ട്. ആ ഉമ്മ ചേച്ചി എടുത്ത് പലപ്പോഴും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവളുടെ ഒരു ടോർച്ചറിങ്, അവളുടെ ഒരു ക്യാരക്ടർ വൈസാണ് ആ ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ പറയുന്നത്, എനിക്ക് പേര് പറയുന്നത് എനിക്ക് ഭയപ്പെടാനില്ല. ഉമ്മ ചേച്ചിയുടെ പ്രതികരണം എനിക്ക് അറിയില്ല, അത് ആലോചിച്ചിട്ടല്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കിയല്ല അറിയാവുന്ന കാര്യങ്ങൾ. ആ ഉമ്മ നായർ ചേച്ചിയെ ദ്രോഹിച്ചതും മറ്റേ ഇപ്പം പ്രിയാമേനൻ, വാനമ്പാടിയിലെ സംഭവങ്ങളാണ്. പ്രിയാമേനൻ ചേച്ചിയെ ഉപദ്രവിച്ചതും ഈ ശ്രീചിത്ര നായർ കാരണം ഞാൻ താമസിച്ചിരുന്ന പുന്നക്കാമുള്ള വീട്ടില് ഗുണ്ടകൾ വന്നു തുടങ്ങി. ഇവളുടെ ഒരു പ്രശ്നം കാരണം അവളുടെ ഗുണ്ടകൾ വന്നപ്പം അതില് ആ പ്രശ്നം വീട് വരെ വന്നു. അതിപ്പോ താഴെ തോന്നുന്ന ചോദിച്ചാൽ ഇപ്പോഴും പറയും. അത് അന്നത്തെ ആ പ്രശ്നം വന്ന് ഇവളുടെ ഒരു ചോദിച്ചില്ല, അതെന്തോ ഒരു ഇഷ്യൂ വന്നു. ഞങ്ങളുടെ കുടുംബപ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഈ സുചിത്ര നായർ വിട്ട ഗുണ്ടകളുണ്ട്. അവള് വന്നിട്ട് ഇന്നത്തെ തെളിവ് അത് തന്ന ആ പ്രശ്നം തീർന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയല്ലോ ആദിത്യൻ ജയൻ എന്ന് പറഞ്ഞാൽ, ആദിത്യൻ ജയൻ എന്റെ റിലേറ്റീവാണ്, എന്റെ ബ്രദറാണ്, എന്റെ അച്ഛന്റെ റിലേറ്റീവാണ്. ആ ചേട്ടനാണ് അന്നത്തെ പ്രശ്നം, ആ ഒരു വിഷയം സത്യത്തിൽ അത് അവിടെ സോൾവ് ആക്കിയത്. കാരണം എല്ലാ ഗുണ്ടകൾ അവർക്ക് ഈ തിരുവനന്തപുരത്തെ കുറച്ച് ഗുണ്ടകളായിട്ട് ബന്ധമുണ്ട്. എനിക്കിപ്പോഴും അതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ അതിനുശേഷം ഇനി TS സജിയുടെ പേര് പറഞ്ഞത്. TS സജിയുടെ അടുത്തോടെ എന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. ഫ്യൂച്ചർ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് എനിക്ക് ആ മനുഷ്യനോട് എനിക്കുള്ള ആദ്യത്തെ വിദ്വേഷം, ഒന്ന് ആദ്യത്തിന്റെ രണ്ടാം ഭാര്യയാക്കി തന്നെ. ആദ്യത്തിന് അത്രയും സ്നേഹിച്ച് കൂട്ടുനിന്ന ഒരു സുഹൃത്ത് ആദ്യത്തെ രണ്ടാം ഭാര്യയാക്കിയെങ്കിൽ അത് ആദ്യത്തിനെയാണ് മോശമാക്കിയത്. ഫോട്ടോ ബാക്കിയിട്ടുണ്ട്, ആദ്യത്തിനെയാണ് മോശമാക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം മിസ്റ്റർ TS സജി. എനിക്ക് നിങ്ങൾക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല, നമ്മൾ യാതൊരു ഇതില്ല. എന്റെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ താങ്കൾ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാത്തൊന്നുമല്ല. ഞാൻ മിണ്ടാതിരുന്നത് ഇതുവരെ. അതെ, ഞാൻ ക്ഷമാഫുള്ളായത് ഒരു കഴിവില്ലാത്തവളായതൊന്നുമല്ല. എനിക്ക് ഞങ്ങൾ ഭാര്യ ഭർത്താവ് പ്രശ്നം വരും, താങ്കളോട് എന്റെ ഭർത്താവ് ഒന്നുമല്ലെന്ന് പറഞ്ഞിട്ട് താങ്കൾ അത് വെച്ച് അളന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് താങ്കൾക്ക് ഒരുപാട് വിഷയം താങ്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് അതൊരു വിഷയമേ ഇല്ല. എനിക്ക് താങ്കൾക്ക് എങ്ങനെയാണ് ആദ്യത്തെ വന്ന വ്യക്തി താങ്കളുടെ സുഹൃത്തെന്ന് പറഞ്ഞ ആദ്യത്തിന് രണ്ടാം ഭാര്യയായത്? താങ്കൾ അന്വേഷിച്ചോ? ഞങ്ങൾ എന്താ പറഞ്ഞിട്ടാണ് ആ ആദ്യത്തിന്റെ ബാങ്ക് ബാലൻസും ആദ്യത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ താങ്കൾക്ക് പറയാമെങ്കിൽ താങ്കൾ ആരാ? ഞാനിതിപ്പോ എന്താ പറയാ, ഇവരാരെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്, ആരെയൊക്കെ എതിരെ കുറെ പറയുന്നുണ്ട്. സുചിത്രയ്ക്ക് ഗുണ്ടകളുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ഒന്നും മൊത്തത്തിൽ കണക്ട് ആവുന്നില്ല. എന്തൊക്കെയോ ഇവരുടെയൊക്കെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പായിട്ടോ. എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തതും നടക്കാൻ പാടുള്ളതും ഒക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അത് കൺഫേമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മിക്കവാറും ഇത് പൊട്ടും. ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലാണ് റോണു ഇവിടെ പറഞ്ഞ് സംസാരിച്ച് വയ്ക്കുന്നത്. പോരട്ടെ, ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളടുത്ത് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. നിങ്ങൾ എനിക്ക് ഒരു കാര്യം ഒന്നും വേണം. നമുക്ക് ഒരാൾക്ക് നന്ദിയെങ്കിലും തോന്നാനുള്ള ഒരു കാര്യമില്ല. അത് നിങ്ങള് പിന്നെ അച്ചിലങ്ക എന്ന കുട്ടിയുടെ കാര്യമുണ്ടല്ലോ, ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മക്കളുടെ കേൾക്കാനാണ് പറഞ്ഞുള്ളൂ. ആ കുഞ്ഞിന് അവളുടെ പെർമിഷൻ അവളെന്ത് പറയാൻ എനിക്കറിയില്ല. ഞാൻ പറയാണ്, ആ പെൺകുട്ടിക്ക് 8 വർഷം കുഞ്ഞുണ്ടാവാതിരുന്നിട്ട് 8 വർഷത്തിന് ശേഷം കുഞ്ഞുണ്ടായി. ആ TS സജി ചെയ്യുന്ന വർക്കിൽ അവർക്ക് ഉണ്ടായ ടോർച്ചറിങ് കാരണം അവൾ സീരിയൽ നിർത്തി പോകുന്ന സമയത്ത് ഇയാളുടെ ചോറ് ചെയ്യുന്ന എന്റെ വർത്തമാനം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ചിലങ്കയുടെ കാരണം ആ കുഞ്ഞ് നഷ്ടപ്പെട്ടവർക്ക് സത്യമായിട്ടതാണ് സംഭവം. കാരണം ഞാൻ ഒരു സംവിധാന ഭാര്യയാണ്, വെറുതെ ഇരിക്കുന്ന അപ്പുറത്തെ വീട്ടിലിരിക്കുന്ന സ്ത്രീയല്ല. TS സജിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവിനെ ആ ദിവസം TS സജി, എന്റെ ഭർത്താവ് ഫ്രട്ടേണിറ്റിയിൽ ഒരു ഭാരവാഹിയായ സമയത്ത് TS സജി ഹെൽപ്പ് ചോദിച്ചു എന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടിരുന്നത്. ആ ഭർത്താവിനെ വിളിച്ച് ഞാൻ അപ്പോഴും ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു പെണ്ണൊരാളെ തല്ലണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ തല്ലെങ്കിൽ ചുമ്മാ ആരും തല്ലൂല, ചുമ്മാ തല്ലുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവരില്ല, പുള്ളി ഭയങ്കര കാരണം ആ സൗഹൃദം. പക്ഷെ ഇതിനകത്ത് TS സജി എന്ന വ്യക്തി തന്നെയാണ് ആ വിഷയത്തിൽ ആ പെണ്ണിന്റെ പെണ്ണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ആ കുട്ടിയുടെ തല്ലി മേടിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് അർഹിക്കുന്നു. എനിക്ക് ഇനി മാറ്റി പറയാൻ താങ്കൾക്ക് കേസ് കൊടുക്കണോ? ഒരു കുഴപ്പമില്ല, മരിച്ചുപോയി, എനിക്ക് തെളിവില്ല. നിങ്ങൾ ഈ ആദ്യത്തിലെന്ന് പറയുന്ന വ്യക്തി പറയുന്ന എല്ലാം പക്കാ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും വിശ്വസിച്ചു അത് ആക്സെപ്റ്റ് ചെയ്ത വ്യക്തിയല്ലേ. എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് ഞാൻ വിശ്വസിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ ഭർത്താവ് ഞാൻ മോശമാണോ? നിങ്ങൾ എന്താ വിചാരിച്ചേ? അതിലെനിക്ക് യാതൊരു വിഷമില്ല. പിന്നെ സുചിത്ര നായരുടെ പേര് പറഞ്ഞതിൽ എനിക്ക് ഇന്നും കുറ്റമില്ല. ഇന്ന് എന്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ സംസാരിക്കാൻ പറ്റുമ്പോൾ എന്റെ മക്കൾ ഒരിക്കലും അച്ഛനെ കുറ്റം പറയും. ഈ വിഷയം അവർക്കറിയാം. എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ മോൻ 15 വയസ്സായവന്, അവൻ
അവന്റെ അച്ഛനും മോനുമായിട്ടുള്ള അതെന്ന് വെച്ചാൽ അച്ഛനും മക്കൾ ഭയങ്കര സ്നേഹമാണ്, ഭാര്യ സ്നേഹം ഉണ്ടെന്നില്ല. അപ്പൊ അവന് കൂടുതൽ അച്ഛനായിട്ടാണ് അറ്റാച്ച്മെന്റ്. അപ്പൊ എന്നെ പറയുന്നത് ഞാൻ എന്റെ ഭർത്താവിന് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സുത്രയുടെ വിഷയം വന്നപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴും പറയാണ്, ഉമ്മച്ചേച്ചി എടുത്തുനിന്ന് കൊണ്ടുവച്ചത്, ഉമ്മച്ചേച്ചി അനുഭവിച്ചതും അത്രയും അവർ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉമ്മാനായ ചേച്ചി അനുഭവിച്ചു എന്നെ വിളിച്ച് പറഞ്ഞത് ഞാൻ പറയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും കൂടി പറയാണ്. നമുക്കിവിടെ ഇന്ന് ഒരു മിനിറ്റ്. പിന്നെ ചേട്ടന്റെ അനിയെന്ന് വന്ന വ്യക്തി ആദ്യത്തിന് ഭാര്യയും മക്കളും ഇല്ലാതെ ആദ്യത്തിന്റെ പേരിൽ ഇപ്പോഴും ഞെളിഞ്ഞ് നിൽക്കുന്നത് ചേട്ടൻ അനിയെന്ന് പറഞ്ഞ ആ ഒരു, ഞാൻ ബാക്കി പിന്നെ പറയാം. അവനാണ് ഇത്രയും ദ്രോഹം കൂടെ നിന്ന് ആദ്യത്തിന്റെ പേരിൽ ഞെളിഞ്ഞ് നിൽക്കുന്ന അവനും. എന്തോ അറിയാം, എന്റെ കയ്യിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് പോയനാണ്, സോറി അന്നം കഴിച്ചിട്ട് കണക്ക് പറഞ്ഞല്ല, ഞാൻ കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞല്ല. എന്തോ അറിഞ്ഞിട്ടാണ് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് മാത്രം നിൽക്കരുത്. ഞാൻ ഇപ്പോഴും പറയാണ്, ഒരു ഭാഗം കേട്ടിട്ട് മാത്രം ഒരാൾ അളക്കാൻ നിൽക്കരുത്. ഇപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് വെക്കും, ശരി എന്റെ ഭാഗം പറഞ്ഞു, ഇനിയിപ്പോ എന്റെ ഭർത്താവിന്റെ ഭാഗം പറയാൻ എന്റെ ഭർത്താവില്ല. ശരി എന്റെ മക്കളോടോ എന്റെ മോനോട് ചോദിച്ചാൽ അവനെല്ലാം അറിയാമെങ്കിലും അവന്റെ പ്രായത്തിൽ വെച്ച് ചിലപ്പോൾ അവൻ വീഡിയോയിൽ പോലും വളരെ അപൂർവമായിട്ട് ഫോട്ടോയ്ക്ക് പോലും ഫോക്കസ് ചെയ്യുന്നത്. അവൻ അമ്മയും അച്ഛനെയും അവൻ ഒന്നും പറയില്ല. അതൊരു വിഷയം എന്റെ മക്കളെ വിഷയത്തിൽ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല മത്സരിക്കാൻ. എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഒന്ന്, ഞാൻ എന്റെ ഓൺലൈൻ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ വീഡിയോ വിളിച്ച് ഞാൻ അല്ലാതെ പോയിട്ട് അങ്ങോട്ട് പോയി പറയാൻ വേണ്ടി പോയിട്ടില്ല. എന്റെ ഉദ്ദേശശക്തി ആ ഒരു വീഡിയോ വെച്ച് ഇട്ടാൽ എന്റെ വീടിന്റെ കാര്യം എന്റെ വീടെന്നല്ല എന്റെയും ചേട്ടൻ മക്കളെയും പേരുള്ള വീടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാണെന്നുള്ളതാണ്. പിന്നെ ശ്രീതട്ട, ഞാൻ ഒരിക്കലും താങ്കളെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് എനിക്ക് പറയേണ്ടി വന്നു, അത് തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നാലാമത്തത്, എന്താ പറയാ, ഈ പറഞ്ഞ മറ്റു പേരുകളുടെ വ്യക്തികളുടെ പേര് പറഞ്ഞതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഭീഷണി ഉണ്ട്. ലാസ്റ്റ് ഞാൻ പറയുന്നു, ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യില്ല. കാരണം എനിക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചേട്ടൻ പോയ സമയത്തേ ചെയ്യാം. ഇപ്പൊ എന്റെ മക്കളുണ്ട്, ആ മനുഷ്യന് 2 മക്കളുണ്ട്. എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറഞ്ഞ 2 വ്യക്തികളായിരിക്കും. സുചിത്ര എനിക്ക് സജിയുടെ ഭാഗത്തുള്ള ഭീഷണികളിൽ ആ ഗുണ്ടകളെ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് എന്റെ മരണത്തിന് കാരണം. സുചിത്രക്കെതിരെ വൻ ഒരു സംഭവം കൂടി അടിച്ചു വെച്ചിട്ടാണ് ഇവരെ അവസാനിപ്പിക്കുന്നത്. അതായത് നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി ഇവരൊക്കെയാണെന്നുള്ള കാര്യം കൂടി അടിച്ചു വെക്കുന്നുണ്ട്. എന്റെ പൊന്നടാവേ, സത്യം പറഞ്ഞത് കേട്ട് കിളി പറഞ്ഞിരിക്കുകയാണ്. ഇനി സുചിത്ര ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേറൊന്നല്ല, സ്റ്റോറിയാണ് ഇൻസ്റ്റയിൽ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാലം അതിന്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചു കൊണ്ടേയിരിക്കും മഹാദേവ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത് വീണ്ടും ഇട്ട്, കർമ്മ പഴയതെല്ലാം ഓർക്കുന്ന ഒരു ദിവസം വരും, അതുവരെ ഉള്ളൂ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെ. 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കർമ്മ അടിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു വർത്തമാനമൊക്കെ വരുന്നത്. എന്തായാലും ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇനി സുചിത്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അവരും ഇതൊക്കെ കണ്ട് ഗതികെട്ട് സഹിക്കാൻ വയ്യാതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചെന്ന് വരും, മേ ബി. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരുടെ ഭാഗത്താണ് ന്യായം? ഇതിന്റെ ഇടയിൽ നടക്കാൻ പാടില്ലാത്ത വല്ലതും നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ ഇൻവോൾവ് ആയോ? എന്തായാലും വരും ദിവസങ്ങളിൽ ഇരുന്ന് തന്നെ കണ്ടറിയാം. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.